ശക്തിപീഠങ്ങളിലേക്കുള്ള അറിവും സ്പർശവും ആനന്ദവുമാണ് കാമാഖ്യയിലേക്കുള്ള ഓരോ യാത്രയിലും നമുക്ക് ലഭിക്കുക. അസമിലെ കാമാഖ്യ മഹാശക്തിപീഠമാണ്. അവിടെ നമുക്ക് ഭഗവതിയുടെ യോനി മണ്ഡല ഭാഗം ദർശിക്കുവാനാകുന്നു. അതുപോലെ തന്നെ പരാശക്തിയുടെ ശക്തിപ്പൊരുൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് കാമാഖ്യ എന്ന് മനസ്സിലാക്കാനാകുന്നു. എന്നാൽ കാമാഖ്യയിൽ നിന്ന് നമ്മൾ നിൽക്കുന്നത് കാമാഖ്യയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ക്ഷേത്രഭൂമിയിലാണ്. നഗരവീതിക്ക് അരികിൽ തന്നെയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉഗ്രതാരയുടെ ക്ഷേത്രം. ഉഗ്രതാരാ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ഉഗ്രതാരാ ക്ഷേത്രം ശരിക്കും ധിക്കരവാസിനി എന്ന് വിശേഷിപ്പിക്കുന്ന ഭഗവതി ലളിത രൂപത്തിലും ഉഗ്രഭാവത്തിലും ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഉഗ്രതാരയായി കാമാഖ്യ ക്ഷേത്ര പരിസരത്ത് നീലാചല പരിസരത്ത് നിലകൊണ്ടു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശമാണ് ശക്തിപീഠങ്ങളിൽ ഒന്നായി കരുതുന്നത്. മഹാശക്തിപീഠമായി കാമാഖ്യയെ കരുതുമ്പോഴും 7 പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങൾ കാമാഖ്യ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ട് എന്നാണ്. സതീദേവിയുടെ ശരീരഭാഗങ്ങളിൽ ശിരസ് ഉൾപ്പെടെയുള്ള 7 ഭാഗങ്ങൾ ഇവിടെ വീണതുകൊണ്ട് കാമാഖ്യ ആകെ മഹാശക്തിപീഠം എന്നറിയപ്പെടുന്നത് എന്നൊരു സങ്കല്പമുണ്ട്. എന്നാൽ നമ്മൾ ഉഗ്രതാരയിലേക്ക് എത്തുമ്പോൾ സതീദേവിയുടെ നാഭി പ്രദേശം വീണതുകൊണ്ടാണ് ഈ പ്രദേശം ശക്തിപീഠമായി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ശക്തിപീഠമായി അറിയുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഉഗ്രതാരാ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനാകുന്നത് എന്താണ് ഉഗ്രതാരയുടെ അവതാരവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെന്നാണ്. ഉഗ്രതാര യഥാർത്ഥത്തിൽ താരാസങ്കല്പം തന്നെ ഉണ്ടാകുന്നത് മഹാദേവന് വിഷം പാനം ചെയ്ത സമയത്ത്, ഹലാഹല വിഷം പാനം ചെയ്ത മഹാദേവനെങ്കിൽ ആ വിഷത്തിൻ്റെതായ ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ താരാദേവി തൻ്റെ മുല തന്നെ മഹാദേവന് പാനം ചെയ്യാൻ കൊടുക്കുകയും ആ വിഷത്തെ ഔഷധമാക്കി മാറ്റുകയും ചെയ്തു എന്ന ഐതിഹ്യത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. ആ ഐതിഹ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് താരാഭാവത്തെ ഉഗ്രഭാവത്തിലേക്ക് മാറുന്നതിന് ഉഗ്രതാരയായി മാറിയത് എന്തുകൊണ്ട് എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഇതിന് പറയുന്ന ഐതിഹ്യങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് സതീദേവിയുമായി ബന്ധപ്പെട്ട ശക്തിപീഠസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ഇതല്ലാതെ ഒരു കാലത്ത് കാമാഖ്യയിൽ ഭഗവതി സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കാമാഖ്യയിൽ ഭഗവതിയെ ഉപാസിക്കുകയും ചെയ്ത കാലത്ത് ധാരാളം ഭക്തർ ഇവിടെ എത്തി ഭക്തി ഉപാസന നടത്തി. ഭഗവതിയെ ഉപാസന ചെയ്തതോടുകൂടി അവർക്കാർക്കും മരണമില്ലാതെയായി, രോഗങ്ങളില്ലാതെയായി, ഭൂമിക്ക് ഭാരം കൂടാൻ തുടങ്ങി, യമന് ജോലിയില്ലാതെയായി. ഈ സമയത്ത് യമൻ പരാതി പറയുകയാണ്, ഇങ്ങനെ ആയാൽ സാധിക്കില്ല, ഭൂമിയുടെ ഭാരം വല്ലാതെ കൂടും, അതുകൊണ്ട് തന്നെ മരണം സംഭവിക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് മൃത്യു ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഭൂമിയുടെ ഭാരം കൂടാതിരിക്കുകയുള്ളൂ എന്ന് പറയുകയും ഇതിനാരെയാണ് അഭയം പ്രാപിക്കേണ്ടത് എന്ന ചിന്ത വരുമ്പോൾ ത്രിമൂർത്തികൾ ഭഗവതിയെങ്കിൽ തന്നെ അഭയം പ്രാപിക്കും. ഭഗവതി ഉഗ്രതാരാസ്വരൂപിണിയായി ഭൂമിയിലേക്ക് വന്ന് കാമാഖ്യയിൽ സൈന്യത്തോടുകൂടി വന്ന് ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നും ഈ വരുന്ന വഴിക്ക് വസിഷ്ഠമുനിയുടെ തപസ്സിന് തടസ്സം വരുത്തുകയും വസിഷ്ഠമുനി താരാദേവിയെ ശപിക്കുകയും ചെയ്തു എന്നതായിട്ടുള്ള ഐതിഹ്യ കഥകളുണ്ട്. ഏതായാലും ഇവിടെ വന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് വസിഷ്ഠമുനി തന്നെ താരയെ ഉപാസിച്ച് താരാഭഗവതിയിൽ നിന്ന് ബീജമന്ത്രം സ്വായത്തമാക്കി എന്നുള്ള ഐതിഹ്യ കഥകളാണ്. അപ്പോൾ താര എന്നത് സർവ്വതിനെയും തരണം ചെയ്യുവാൻ പ്രാപ്തി നൽകുന്ന ഒരു ശക്തി സ്വരൂപിണിയായ ഭഗവതിയാണ്. ഈ ഒരു വിശ്വാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് താരാഭഗവതിയുടെ ഉഗ്രതാരയുടെ സ്ഥാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉഗ്രതാര ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കുവാനായിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്കിവിടെ പുരാതനമായ പല ശില്പങ്ങളും കുങ്കുമത്താൽ ആലേഖനം ചെയ്ത ഭഗവതി സ്വരൂപങ്ങളും ഭഗവതി രൂപങ്ങളും ധാരാളമായി കാണാനാകുന്നുണ്ട് ഇവിടെ. ഈ സ്വരൂപങ്ങളെ കണ്ടുകൊണ്ട് ഈ ഭാവങ്ങളെ അറിയുമ്പോൾ നമുക്ക് ശരിക്കും താരാസ്വരൂപിണി എന്താണ് എന്നുള്ളത്, ഉഗ്രതാര എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്ന് ആ ഭൂമിയുടെ ഭാരം കുറച്ചത് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. ആസാമിലെ ഗുവാഹത്തിയിലെ ശക്തിപീഠവും താരാപീഠവുമായ മഹാപ്രദേശത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പൂജകൾക്കായി തയ്യാറായി നിൽക്കുന്ന അന്തരീക്ഷമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ആരാധനകൾ പ്രത്യേകമായത് ശിവനും പാർവതിക്കുമുള്ള ആരാധനകൾ, അതിനു വേണ്ടുന്ന താലമൊരുക്കിയിട്ടുള്ള ക്ഷീരം, അതുപോലെ തന്നെ ധാന്യങ്ങൾ, അങ്ങനെയെല്ലാം നേദ്യത്തട്ട് ഒരുക്കി അതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളോടുകൂടി പൂജകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂജാരി പൂജകൾ ചെയ്യുന്നതും നമുക്ക് കാണാനാകും. ആ പൂജകൾ ശംഖുപുഷ്പം കൊണ്ടുള്ള, അതുപോലെ ചെമ്പരത്തിപ്പൂക്കൾ, അങ്ങനെയുള്ള പൂക്കളെല്ലാം അർച്ചന ചെയ്തിട്ട് ഇവിടെ മഹാദേവനും അതുപോലെ തന്നെ ഭഗവതിക്കും അർച്ചനയുണ്ട്. അതുപോലെ തന്നെ ഭഗവതിക്ക് പരാശക്തിക്ക് താരാശക്തി സ്വരൂപിണിയായിട്ടും ഇവിടെ പൂജകൾ ചെയ്യാറുണ്ട്. नमस्ते जी, कौन सी पूजा कर रही है आप? माँ काली। तारापीठ इधर है, इधर माँ काली का और माँ काली का. നാക്ക് പുറത്തേക്ക് നീട്ടി നിൽക്കുന്ന ആ മഹാകാളി സ്വരൂപത്തെയും താരാസ്വരൂപത്തെയും നമുക്കിവിടെ കാണാം. വിഗ്രഹ സ്വരൂപത്തിൽ ഇവിടെ ഇങ്ങനെയാണ് ആരാധന നടത്തുന്നത്. ഇനി ഇതിനുള്ളിലേക്കാണ് താരാപീഠത്തിലേക്ക് നമുക്ക് പോകാനാകുന്നത്.
കാമാഖ്യ ക്ഷേത്രത്തിൽ ഇത് നമുക്കൊരു ജലമാണല്ലോ കാണുന്നത്, ഇങ്ങനെ ഒരു ആകൃതിയിലൊരു ജലമാണ് കാണുന്നത്. ഈ ജലത്തിന് അടിയിലായി അകത്തായി ഭഗവതിയുടെ ആ നാഭി ആണ് ഉള്ളത്. ആ നാഭി പ്രദേശത്തിൻ്റെ പുറത്തുള്ള ജലമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നാഭി, അമ്മയുടെ പൊക്കിൾക്കൊടി, ഗർഭപാത്രം, അതുപോലെ തന്നെ അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ജലം, ഇതെല്ലാം നമ്മൾക്ക് ഇവിടെ നിന്ന് ആ താരാപീഠത്തിൽ നിന്ന് മനസ്സിലാക്കാനാവാണ്. ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ജലമാണ്, സർവ്വരോഗങ്ങളും മാറ്റിത്തരുന്ന ജലമാണ്. അപ്പോൾ ആ തീർത്ഥമായി കരുതിക്കൊണ്ട് സകല രോഗങ്ങളും മാറ്റുന്ന നാഭി പ്രദേശം, വീണ പ്രദേശമായി താരാപീഠത്തെ കാണുമ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. വസിഷ്ഠമുനി ആരാധന ചെയ്തപ്പോൾ ആ നാഭി രൂപത്തിൽ, നാഭി സ്ഥാനത്തിൽ നിന്ന് ഭഗവതി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഇവിടെ ആ രീതിയിൽ അത് അലങ്കരിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ ഏതുമില്ല ഇവിടെ, പക്ഷേ ആ നാഭി പ്രദേശവും ആ ജലസാന്നിധ്യവുമാണ് ഉള്ളത്. ആ ജലത്തിന് നടുവിലായിട്ടാണ് നാഭി സ്ഥാനമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉഗ്രതാര ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സൈന്യവുമായി വന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ പക്ഷേ ഒരു യുദ്ധമോ മറ്റൊന്നുമല്ല സംഭവിച്ചത്. ഭഗവതി തൻ്റെ ഭക്തർക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ശരിക്കും ഇവിടെ ആ ഒരു ബലി സമ്പ്രദായങ്ങൾ ആരംഭിച്ചതെന്നാണ്. അതായത് ഭഗവതിയോട് ഭക്തിയുള്ളവർ സ്വയം ബലിയാവുക, അങ്ങനെ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നൊരു സമ്പ്രദായം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടു എന്നും അതാണ് പിന്നീട് സ്വയം തന്നെ ബലി അർപ്പിച്ചുകൊണ്ടുവന്ന മനുഷ്യർ പിന്നെ പതിയെ പതിയെ മൃഗബലിയിലേക്ക് മാറിയതാണ് എന്നും ഒരു ചരിത്രമുണ്ട്. ഇതുകൂടാതെ വസിഷ്ഠമുനിയുടെ ശാപം കൊണ്ടാണ് ഇവിടെ മറ്റുള്ള പൂജകളെല്ലാം ഇല്ലാതെയാകട്ടെ എന്ന്, ഇവിടെ മഹാദേവനും അതുപോലെ തന്നെ ഭഗവതിക്കും സാധാരണ രീതിയിലുള്ള പൂജകളെല്ലാം ഇല്ലാതെയാകട്ടെ എന്നും വാമാചാര പ്രകാരമുള്ള പൂജകൾ മാത്രം ഉണ്ടാകട്ടെ എന്നും വസിഷ്ഠമുനിയുടെ ശാപം കൊണ്ട് സംഭവിച്ചതാണ് ആ രീതികൾ എന്നുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പഞ്ചമകാരങ്ങൾ കൊണ്ടുള്ള പൂജാതി കാര്യങ്ങൾക്ക് കാമാഖ്യയിൽ പ്രാധാന്യം വർദ്ധിച്ചത് എന്നൊരു ഐതിഹ്യം പറയുമ്പോൾ ശരിക്കും പഞ്ചമകാരങ്ങളിലൂടെയുള്ള പൂജയ്ക്ക് ശക്തി വളരെയേറെയാണ് എന്നും വാമാചാരം ശരിക്കും ഭഗവതി പ്രത്യക്ഷീഭാവത്തിൽ കലിയുഗത്തിൽ ചെയ്യേണ്ടുന്ന പൂജകളിൽ ഒന്നായി മാറുന്നു എന്നും ഒരു പക്ഷമുണ്ട്. ഏതായാലും നമുക്ക് ഈ ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ അമ്മ എന്ന മാതൃഭാവത്തെ തന്നെയാണ് കൂടുതൽ ഉള്ളിലേക്ക്, ഉഗ്രമെന്നും രൗദ്രമെന്നും രക്തമെന്നും ഒക്കെ പലതവണ പറഞ്ഞാലും നമ്മളെപ്പോഴും ആ രക്തത്തിലും ആ ജലത്തിലും ആ ഉഗ്രഭാവത്തിലുമൊക്കെ മാതൃശക്തിയെ തന്നെയാണ് കാണുന്നത്, മാതൃഭാവത്തെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് താരാപീഠത്തിലും നിൽക്കാനാകുന്നത്. ഉഗ്രതാരയുടെ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമാണ്. Moksha, Journey to the Self.